അമ്മ നാളെ കടല കൂട്ടാൻ വെക്കുവോ? വേണമെങ്കിൽ പോയി വെള്ളത്തിലിട്ട് വെച്ചോ, എന്നാൽ നാളെ വെച്ചുതരാം. ഞങ്ങൾ സ്കൂളിൽ പോണ സമയത്തേ വീട്ടിലെ സ്ഥിരം വർത്താനാട്ടത്. ഇന്നെന്തുട്ടാ കൂട്ടാൻ രാവിലെ തന്നെ ചോദിച്ചിട്ടാണ് തക്കുടി എണീറ്റ് വരിക. കടലയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുഖത്തിനൊരു പ്രത്യേക തെളിച്ച. 3 പേർക്കും 3 തരം കൂട്ടാനൊന്നും വെച്ചിട്ട് രാവിലെ പണിക്ക് പോകാൻ അമ്മയ്ക്ക് കൂട്ടിയ കൂടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാട്ടാ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പലഹാര പരിപാടിയൊക്കെ തീരെ കുറവാ. ആകെ ഞായറാഴ്ച മുടക്ക് കിട്ടുമ്പോൾ മാത്രം അമ്മ ഇഡ്ഡലിയോ ദോശയോ പുട്ടൊക്കെ ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ചോറാ കഴിക്കുക. അമ്മ കുട്ടല്ലൂർ തണ്ടി കമ്പനിയിൽ പണിക്ക് പോണ സമയാട്ടാ. 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാ 7:30 പണിക്ക് കയറാൻ പറ്റുള്ളൂ. രാവിലെ 5 മണിക്ക് എണീറ്റ് അടുപ്പൂതി കത്തിച്ച് വേണം ചോറും കൂട്ടാനൊക്കെ വെക്കാൻ. ഇന്നത്തെ പോലെ ഗ്യാസ് കണക്ഷനൊന്നും ഇല്ലല്ലോ. എന്നാലും അടുപ്പിൽ അറക്കപ്പൊടിയൊക്കെ നിറച്ചിട്ട് അരി വെക്കാനൊക്കെ അച്ഛയും പറ്റുന്ന പോലെയൊക്കെ സഹായിക്കൂട്ടാ. അമ്മ വെച്ച കൂട്ടാൻ ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നാൽ തക്കുടു തറവാട്ടിക്ക് ഓടും. അച്ചാച്ചയ്ക്ക് വയ്യാണ്ടായിട്ട് ഇന്നമ്മയും അച്ചാച്ചയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായത് ഇനി സൂപ്പർ കൂട്ടാനൊക്കെ കൂട്ടി ചോറുണ്ണാലോന്നാ. വറുത്തരച്ച് വെക്കണ കടലക്കറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വായിൽ കപ്പലോടിട്ടാ. ഇന്നലെ പെട്ടെന്ന് എനിക്കൊരു കടലക്കറി പൂതി തോന്നി. എന്നെ കൊണ്ട് പറ്റണ പോലെ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ ഉണ്ടാക്കി നോക്കിയതാ. അമ്മ എന്നമ്മയൊന്നും വെക്കണ എൻ്റെ ഏഴായിലത്ത് വരില്ല, എന്നാലും കഴിച്ചു കൂട്ടാന്ന് മാത്രം.